ഇന്നെന്റെ അമ്മായിമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെ കാണണ്ടെന്ന് കരുതിയ ചേച്ചി വിളിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു വന്നത്. എന്താ മാലതി ഇത്രയ്ക്ക് ദേഷ്യം? അവരുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അവര് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുക ചേച്ചി. ഞാൻ എന്തിനു ജീവിക്കണം? എന്നെ കൊണ്ടെന്ത് പ്രയോജനം? എന്തിനു ജീവിക്കണം? ജീവിതം തന്നെ മടുത്തുപോയൊരവസ്ഥ. മനസ്സ് തകർന്ന് ഞാൻ എന്തിനു ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിട്ട് ജീവിതം തന്നെ മടുത്തുപോയിട്ടുണ്ടാവും. യേശുക്രിസ്തു ആ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ സർവശക്തനാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം കയ്പ് മനോഭാവം മാറട്ടെ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. അനേകം കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അമ്മായിയമ്മയ്ക്കും മരുമകൾക്കുമിടയിലും അമ്മായിയപ്പനും മരുമകനുമിടയിലും പേരൻസിനും മക്കൾക്കുമിടയിലും കയ്പ് മനോഭാവം കാണും. പുറത്തുള്ളവരൊക്കെ കാണുമ്പോൾ അവർക്ക് സ്നേഹമുള്ളതുപോലെ ഭാവിക്കുകയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കയ്പു മനോഭാവം പേറിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും അവർ. അവരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നതേയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ പാപം ചെയ്ത് കർത്താവിനെ ദുഃഖിപ്പിച്ചാലും യേശുക്രിസ്തു നമ്മോട് ക്ഷമിക്കുന്നില്ലേ? ക്രിസ്തുവിന്റെ കാലടികൾ പിന്തുടരുന്നവരായി കയ്പു മനോഭാവം ഉപേക്ഷിച്ച് സ്നേഹത്തിലൂടെ ഒന്നുചേരാം. ഇന്നിതിനായിട്ടാണ് നാം എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ആദ്യം ഞാൻ എന്നെ മാറ്റിയെടുത്തു. അത് കഴിഞ്ഞ് നീ എന്നെ മാറ്റിയല്ലേ? മാലതി, എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. എന്താ ഏട്ടാ, പറഞ്ഞോ. അത് എൻ്റെ അമ്മയോട് നീ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. മാലതി, 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 ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവാ. നീയും കൂടെ വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായേനെ. ഏട്ടാ, നിങ്ങൾ പോകുന്നതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പോകരുത്, കാണാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഞാൻ നിങ്ങളെ തടയാനൊന്നും പോന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, പ്ലീസ്. മാലതി, ഞാൻ പറയാൻ പോകുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കെല്ലാം മനസ്സിലാവും. എന്നെ ഒന്നും മനസ്സിലാക്കാനാ പറഞ്ഞത്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ചേച്ചി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ പിന്നെ ശീലമായി. ആ, നിങ്ങൾ രണ്ടുപേരും പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ സാരമില്ല. കിട്ടിയ ജോലി സന്തോഷത്തോടെ ചെയ്യുന്നില്ലേ? തീർച്ചയായും കർത്താവ് നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കും. ചേച്ചി, വേറൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി റെസ്യൂം കൊടുത്തിട്ടുണ്ട്. നല്ല കമ്പനിയാ. എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടി ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ ചേച്ചി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. രമേശ്,
നീ നിന്റെ അമ്മയോട് സംസാരിക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എനിക്കറിയാം രമേശ്, നിന്റെ മനസ്സിനെ നിന്റെ അമ്മയുടെ വാക്കുകൾ മുറിവേൽപ്പിച്ചെന്ന്. ഞാൻ നിന്നോട് പറയുന്നത് എന്താന്നോ, നിന്റെ മനസ്സിൽ നിന്ന് അതൊക്കെ എടുത്തു കളഞ്ഞേക്കേ. കയ്പ് മനോഭാവം കർത്താവിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല രമേശ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ കയ്പ് മനോഭാവം ഒരു തടസ്സമായിരിക്കരുത്. അതൊക്കെ മറന്നേക്കേ കേട്ടോ. സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണം. നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാ പറയുന്നത്. നമ്മൾ ആരോടും വെറുപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. അതൊരു പക്ഷേ വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവും ആയിരിക്കാം. ആരോടും വെറുപ്പ് കാണിക്കണ്ട. ഇപ്പോഴാ മോളെ എനിക്ക് ശരിക്കും സന്തോഷമായത്. മോൻ നിന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് എത്ര സന്തോഷമായിരുന്നറിയോ. അത് ശരിയാച്ചാ. മാലതിയുടെ ഈ പെരുമാറ്റമാണ് എന്നെ മാറ്റിയത്. ഇവളുടെ ഈ മാറ്റം എൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ തന്നെ എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടിരിക്കണം. തീർച്ചയായിട്ടും അച്ഛാ. ഇതുപോലെ തന്നെ എൻ്റെ അമ്മയോടും മാലതി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ അച്ഛാ. മാലതി, വിഷമിക്കണ്ട മോനെ, എല്ലാം ശരിയാവും. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് വന്നത്? ഇപ്പോഴല്ലേ നിന്നെക്കുറിച്ച് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മരുമോനും നിന്റെ മാറ്റങ്ങളാണ് അവനെ മാറ്റിയതായിട്ട് പറഞ്ഞില്ലേ? ആ സമയത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അച്ഛാ, എല്ലാ കാര്യത്തിലും ഞാൻ എന്നെ മാറ്റിക്കോളാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുതച്ഛാ. അച്ഛൻ അറിയാവുന്നല്ലേ, ഞാൻ പോയി ക്ഷമ ചോദിച്ചാലും അവരെന്നോട് ക്ഷമിക്കില്ലല്ലോ. എന്നെ സ്വീകരിച്ചതേ ഇല്ലല്ലോ. എന്നെ അപമാനിക്കല്ലേ അച്ഛാ ചെയ്തത്? അതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ? എന്നാലും വേണ്ടച്ചാ, പ്ലീസ്. ഇതിൽ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കണ്ട. അച്ഛാ, ഞാൻ പുറപ്പെടും മോനെ. ഇപ്പോഴാ മോളെ കുറച്ച് സന്തോഷത്തോടിരുന്ന്. മക്കളുടെ ജീവിതം നന്നായി. നീ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ മോള് മാറി. ഇനി നന്നായിരിക്കുമെന്ന് കരുതിയ മൺപാത്രം പോലെ എല്ലാം തകർന്നുപോയി. എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്റെ അമ്മായിയമ്മയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് അവള് പറയാ മോളെ. ഞാനും സംസാരിച്ചു നോക്കി, പക്ഷെ അവള് കേൾക്കുന്നില്ല. അങ്കിൾ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാം അങ്കിൾ. എന്താണെന്നറിയില്ല, ഈ ഒരു കാര്യത്തിൽ മാത്രം മാലതി പറഞ്ഞാ കേൾക്കുന്നില്ല. മാലതി, ഉം? നീ എവിടെയോ പുറത്തു പോവാണെന്ന് തോന്നുന്നല്ലോ. അതേട്ടാ, അമ്മ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അത് മറന്നോ? അറിയാം ഏട്ടാ, മറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ടാ ഞാൻ പുറത്തു പോകുന്നത്. നീ ഇവിടെ ഇല്ലെങ്കിൽ അമ്മ എന്തായിരിക്കും കരുതുന്നത്? ഒന്നും കരുതൊന്നുമില്ല. ഞാൻ വീട്ടിലുണ്ടെങ്കിലേ പ്രശ്നമാവൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അത് അമ്മയ്ക്ക് വിഷമാവില്ലേ? അതുകൊണ്ടാ ഞാൻ പുറത്തിറങ്ങി പോന്നെ. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ സാരി മാറിയിട്ട് പുറത്തേക്ക് പോവാ. ചേച്ചി, വീട്ടിലേക്ക് എൻ്റെ അമ്മായിയമ്മ വരുന്നുണ്ട്. അവരെ കാണാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി വിളിച്ചോണ്ട് ഞാൻ പുറപ്പെട്ടു വന്നത്. എന്താ മാലതി ഇത്ര ദേഷ്യം? അവരുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അവര് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ചേച്ചി. മാലതി, കർത്താവിന് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളിൽ ഈ കയ്പ് മനോഭാവവും ഉണ്ട്. എഫേസ്യർ 4:31 വചനം എന്താ പറയുന്നെന്നറിയാമോ? എല്ലാ കയ്പും കോപവും ക്രോധവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുന്നു. കയ്പ് ഒരു ദുർഗുണമാണ് മാലതി.
അത് ദൈവമക്കൾക്ക് ഉണ്ടാവാനേ പാടില്ല. സദൃശവാക്യങ്ങൾ 10:12 പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? പകയും കയ്പും ശത്രുതയുണ്ടാക്കും. മാലതി, നിന്നിൽ നിന്ന് യഹോവ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. മാലതി, കയ്പുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റില്ല, അതറിയാമോ? നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് കർത്താവിന് നമ്മളോട് കയ്പ് മനോഭാവം ഉണ്ടോ? പറഞ്ഞേ. എല്ലാം ക്ഷമിച്ചും പുറത്തും നമ്മെ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്? ചേച്ചി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ ക്ഷമിക്കണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മാലതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ അമ്മ നിന്നെ ദുഃഖിപ്പിക്കുന്നത് പോലെ സംസാരിക്കാന്നിരിക്കട്ടെ. ആ സംസാരം കേട്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നു. അതിനുശേഷവും നീ നിന്റെ അമ്മയോട് സംസാരിക്കില്ലേ? അതോ സംസാരിക്കാതിരിക്കോ? പറഞ്ഞേ. സംസാരിക്കും ചേച്ചി. ഇന്ന് അമ്മായിയമ്മയായി വേറൊരാളായിട്ട് കാണുന്നത് കൊണ്ടാ കയ്പും കോപവും ഒക്കെ വരുന്നത്. അമ്മായിയമ്മയെ അമ്മയായിട്ട് കണ്ടാലോ? അതെ മാലതി, നീ രഞ്ജിത്തിന്റെ അമ്മയെ അമ്മയായിട്ട് കരുത്. അവര് സംസാരിച്ചതൊക്കെ മറന്നേക്ക്, ക്ഷമിക്ക്, അവരെ സ്നേഹിക്കാൻ തുടങ്ങും മാലതി. അതാണ് യഹോവയും ആഗ്രഹിക്കുന്നത്. രഞ്ജിത്തിനും അതാണ് ആഗ്രഹം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അത് ചേച്ചി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ആ ഹൃദയത്തിന് വേണ്ടിയാണ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് സ്വയം അത് ചെയ്യാൻ പറ്റില്ല, എന്നാൽ യഹോവയ്ക്ക് അതിന് കഴിയും. അവനോട് സഹായം ചോദിച്ചാൽ തീർച്ചയായും അവൻ നിന്നെ സഹായിക്കും. ശരി ചേച്ചി, ഞാൻ ശ്രമിച്ചു നോക്കാം. ശരി. പ്രിയമുള്ളവരെ, കൂട്ടുകാർക്കിടയിലും അമ്മായിയമ്മയ്ക്ക് മരുമകൾക്കിടയിലും ഉള്ള കയ്പ് മനോഭാവം മാറാൻ ജ്യോതി ചേച്ചി തന്ന ഉപദേശം കേട്ടില്ലേ? നമുക്കും നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും ഉള്ള കയ്പ് മനോഭാവം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താം. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ മാറി ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹോദരി അനിത ഭാനു അവർകൾ ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക, കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വീണ്ടും ആശംസകൾ അറിയിച്ച് ഈ നല്ല വീടെന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നതെന്നോ? കയ്പ് മനോഭാവം മാറട്ടെ. നല്ലൊരു നാടകം നമ്മൾ കണ്ടില്ലേ? അപ്പോൾ കയ്പുകൾ മാറണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ എഫേസ്യർ 4:31 നാം വായിച്ചു നോക്കിയാൽ, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് കർത്താവ് ഈ സ്ഥലത്ത് ഉപദേശം നൽകുകയാണ്. സകല വിധത്തിലുള്ള കയ്പും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് മറ്റുള്ളവരോട് എത്ര പേരോടാണ് കയ്പ് മനോഭാവമുള്ളത്? ജോലി സ്ഥലത്ത് കയ്പുണ്ട്, വീട്ടിൽ കയ്പുണ്ട്, മറ്റുള്ളവരോട് കയ്പുണ്ട്, ആരോ ഒരാളുടെ മേൽ നമുക്ക് കയ്പുണ്ട്. ഈ കയ്പ് മനോഭാവം ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരുടെയെങ്കിലും മേൽ കയ്പ് മനോഭാവം കൊണ്ടാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? ആ കയ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല, അത് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് യഹോവ പറയുന്നു. യാക്കോബ് 3:14 നാം വായിച്ചു നോക്കിയാൽ, നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. കണ്ടില്ലേ? ഈ കയ്പിൽ തന്നെ ഈർഷ്യയോ? വചനം പറയുന്നു, കയ്പ് എത്രയോ വർഷങ്ങളായി ഈ കയ്പ് ഉള്ളിൽ ചുമന്ന് നടക്കുകയാണ്. വർഷക്കണക്കായി, തലമുറകളായി ചുമക്കാറുണ്ട്. അങ്ങനെ ഒരു കയ്പ് അവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അവരെ കണ്ടാൽ വെറുപ്പാണ്. അവരുടെ വീട്ടു പടിക്കൽ പോലും ചവിട്ടരുത്. അത്രത്തോളം ഒരു വിദ്വേഷം ഈ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്നോ? സദൃശവാക്യം 14:10 നോക്കൂ.
ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? നിങ്ങൾക്ക് ആരുടെ മേലാണ് കയ്പുള്ളത്? എങ്ങനെയാണത് കൊണ്ടു നടക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം കയ്പാണുള്ളത് എന്നുള്ളത് ആ ഹൃദയത്തിന്റെ കയ്പ് ഹൃദയത്തിന് തന്നെ അറിയാമെന്ന്. എനിക്കത് അറിയില്ല ആരുടെ മേലാണ് കയ്പുള്ളത്. അങ്ങനെയൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു എന്ന്. ഹൃദയത്തിന് കയ്പറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ 9-ാമത്തെ വചനം പറയുന്നു, ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ എന്ത് ചെയ്തെന്നോ സമരിയയിലേക്ക് പോയി ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. അങ്ങനെ ആഭിചാരം ചെയ്ത് അവിടെയുള്ള ജനങ്ങളൊക്കെ എന്ത് ചെയ്തെന്നോ അവനെ കണ്ട് ഭ്രമിച്ചു പോയിരുന്നു. അങ്ങനെ അവൻ എല്ലാ ജനങ്ങളെയും ഭ്രമിപ്പിച്ച് അവൻ അതിലൂടെ ധാരാളം പണം സമ്പാദിച്ചുകൊണ്ടിരുന്നു. ആ പട്ടണത്തിലേക്ക് ആരാണ് പോയതെന്നറിയാമോ? ഫിലിപ്പോസ് പോയെന്ന്. ഫിലിപ്പോസ് അവിടെ പോയിട്ട് വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങളും ആ പട്ടണത്തിൽ ചെയ്ത് എല്ലാവരെയും ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ ആ ശീമോൻ? അവനെ തന്നെ ഭ്രമിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. അതായത് എല്ലാവരെയും ഭ്രമിപ്പിച്ചവനെ ഫിലിപ്പോസ് പോയി ആ ഭ്രമിപ്പിച്ചവനെ തന്നെ ഭ്രമിക്കാൻ ഇടയാക്കിയത് കർത്താവിന്റെ ശക്തിയെ ഫിലിപ്പോസിലൂടെ ശമരിയയിൽ വെളിപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വാക്യം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഉടനെ ഈ ശീമോൻ എന്ത് ചെയ്തെന്നോ, ഇത് എന്ത് അധികാരം കൊണ്ടാണ്, എന്ത് ശക്തി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ധാരാളം പണം കൊടുത്ത് അതെനിക്ക് നേടിയെടുക്കണം, ആ അധികാരം നേടിയെടുക്കണം, ആ ശക്തി എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ശുശ്രൂഷകനോട് ചോദിക്കുന്നു. പത്രോസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് എന്താണ് പറയുന്നതെന്നോ, 20-ാമത്തെ വചനത്തിൽ പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശീമോൻ ആ പത്രോസിനോട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പണം കൊടുത്തു വാങ്ങിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ കാരണം, പാപത്തിന്റെ ബന്ധനം ആ ശീമോൻ ഉണ്ടായിരുന്നു. പാപത്തിന്റെ ബന്ധനം, കയ്പുള്ള പക ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി അവൻ അനുഭവപ്പെടാതെ, അത് മനസ്സിലാക്കാതെ പണം കൊടുത്തത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അതിനായി ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം അതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഹൃദയത്തിന്റെ കയ്പ് ഹൃദയത്തിന് തന്നെ അറിയാം എന്ന്. ഇതാണ് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കയ്പ് കലക്കിയ വീഞ്ഞ് കർത്താവ് വാങ്ങിച്ചു എന്ന്, അതായത് കുരിശിൽ കർത്താവ് കുരിശിലേക്ക് പോയപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29-ാം വചനത്തിലും മത്തായി 27-ാം അധ്യായം 34-ാമത്തെ വചനവും നിങ്ങൾ വായിച്ചു നോക്കിയാൽ കയ്പ് കലക്കിയ വീഞ്ഞ് അവൻ വാങ്ങിച്ചു എന്നെഴുതിയിട്ടുണ്ട്. നമ്മുടെ കയ്പ് അകറ്റുന്നതിനായി. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും കയ്പുണ്ടായിരിക്കാം. ഞാൻ എന്തിനു ജീവിക്കണം? ഇതുകൊണ്ട് എന്തു പ്രയോജനം? എന്തിനു ജീവിക്കണം? ജീവിതത്തിലും കയ്പുണ്ടായിരിക്കാം. ദുഃഖിച്ച് ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നു? ഞാൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ഇങ്ങനെയൊക്കെ ഉള്ളിലൊരു ചോദ്യമുണ്ടായി. ജീവിതം തന്നെ കയ്പായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കയ്പുണ്ടായിരിക്കാം. മറ്റുള്ളവരോടുള്ള വിദ്വേഷം കൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കയ്പ് മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. യേശുക്രിസ്തു ആ കയ്പ് മനോഭാവം മാറ്റാൻ ശക്തിയുള്ളവനാണ്. അവനാണ് ഉപദേശം നൽകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ കയ്പിന്റെ വേരുപോലും മുളച്ചു പൊങ്ങാത്ത വിധം നിങ്ങളെ കാത്തുകൊള്ളണം എന്ന് കർത്താവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇന്ന് എത്രയോ പേർ ഈ കയ്പ് മനോഭാവം കൊണ്ട് നടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് ഇതെല്ലാം കൂടി ചുമന്നുകൊണ്ടു പോകുന്നത്? യേശുദേവൻ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ആ കയ്പെല്ലാം സ്വീകരിച്ച് ചുമന്നിരിക്കുന്നു. ഇന്ന് അവനിലൂടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്കെന്നും അവനുണ്ട്. നമ്മളെ കൊണ്ടത് മറക്കാൻ പറ്റുന്നില്ലേ? മാറ്റാൻ പറ്റുന്നില്ലേ? കർത്താവിങ്കിലേക്ക് വരൂ. അവൻ നമുക്ക് വേണ്ടിയാണ് കയ്പ് സ്വീകരിച്ചത്. അത് അകറ്റുന്നതിനു വേണ്ടിയാണ്. നമ്മുടെ മനസ്സിലുള്ള കയ്പ് മാറ്റാൻ വേണ്ടിയാണ് യേശു ആ വീഞ്ഞ്, കയ്പ് കലക്കിയ വീഞ്ഞ് അവൻ വാങ്ങിച്ചത് എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. അതാണ് കർത്താവായ യേശു.
ഇന്ന് ആ ഉറപ്പ്, ആ പ്രത്യാശ, ആ സ്വാതന്ത്ര്യം, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് യേശു നൽകുന്നതാണ്. കയ്പെല്ലാം അവൻ അകറ്റുന്നതാണ്. ഇന്ന് നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമല്ലേ? കുരിശിൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, എനിക്ക് വേണ്ടി ഈ കയ്പെല്ലാം മാറ്റുന്നതിനു വേണ്ടി എന്റെ ജീവിതത്തിലുള്ള എല്ലാ കയ്പും അകറ്റാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതം തന്നെ വെറുത്തുപോയിരിക്കുകയാണ് യേശുവേ. ഈ കയ്പുള്ള ജീവിതം, ഈ അസ്വസ്ഥമായ ജീവിതം നല്ല രീതിയിൽ മാറ്റുന്നതിനായി കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി ആ കയ്പ് കലക്കിയ വീഞ്ഞങ്ങ് വാങ്ങിച്ചില്ലേ കർത്താവേ? അതിലൂടെ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്നില്ലേ കർത്താവേ? അതിനുവേണ്ടിയല്ലേ അങ്ങ് കുരിശിൽ മരിച്ചത്? അതിനുവേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചത്? നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലുള്ള കയ്പുകളെല്ലാം അകറ്റുന്നതിനായി. ഏതോ ഒരു വിധത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ? ജീവിതം തന്നെ മടുത്തുപോയിരിക്കുകയാണോ നിങ്ങൾക്ക്? ഇന്ന് ആ കയ്പെല്ലാം അകറ്റുന്നതിനായിട്ടാണ് യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു നിങ്ങളുടെ കയ്പുകളെല്ലാം മാറ്റുവാൻ സർവശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളെ അങ്ങ് നോക്കേണമേ. ഇവരുടെ ജീവിതം മടുത്തുപോയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മേൽ കയ്പ് മനോഭാവം കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് ആ മനോഭാവം മാറ്റാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല. അവർ കാണിച്ച ക്രൂരത, അവർ എന്നോട് ചെയ്ത വിശ്വാസ വഞ്ചന മറക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ കയ്പും പേറിക്കൊണ്ട് എത്രയോ പേരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും പേറിക്കൊണ്ട് എത്രയോ പേർ ജീവിക്കുന്നുണ്ട്. പകയോടുകൂടി ജീവിക്കുന്നു. യേശുവേ, അങ്ങ് കുരിശിൽ ആ കയ്പെല്ലാം സ്വീകരിച്ചില്ലേ? അതിലൂടെ ഈ മക്കൾക്കൊരു സ്വാതന്ത്ര്യം അങ്ങ് നൽകിയിരിക്കുന്നു കർത്താവേ. അങ്ങയ്ക്ക് മാത്രമേ ഇത് മാറ്റാൻ കഴിയൂ. അങ്ങയുടെ മക്കൾക്കൊരു സ്വാതന്ത്ര്യം നൽകണമേ. അങ്ങയുടെ മക്കൾക്കൊരു സ്വാതന്ത്ര്യം നൽകണമേ. അങ്ങയുടെ മക്കൾക്കൊരു സ്വാതന്ത്ര്യം നൽകണമേ. അതിനുവേണ്ടിയല്ലേ അങ്ങ് ക്രൂശു മരണം സ്വീകരിച്ചത്? കരുണയുള്ള ദൈവമേ, ഈ മക്കൾ ആരുടെ അടുത്ത് ചെന്നാണ് ആ സ്വാതന്ത്ര്യം നേടുക? യേശുവേ, അങ്ങേ തേടിയല്ലേ വന്നിരിക്കുന്നത്. അങ്ങേ വിശ്വസിച്ചല്ലേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അങ്ങല്ലേ ഇവർക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. അങ്ങയുടെ മക്കളുടെ കയ്പ് മാറ്റുന്നതിനായി ആ വീഞ്ഞങ്ങ് വാങ്ങിയില്ലേ കർത്താവേ? കർത്താവ് കയ്പ് മാറ്റാൻ ശക്തിയുള്ളവനാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ യേശുവേ. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.